ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലൂം വിത്ത് നോളജ്. ഫോൺ അഡിക്ഷൻ കാരണം പഠനത്തിൽ ശ്രദ്ധ കുറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ. ഗൈസ്, ഞാൻ പറയാൻ പോകുന്നത് നാളെ തന്നെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യരുത് എന്നൊന്നും അല്ല കേട്ടോ. അത് നടക്കാൻ പോണ കാര്യമല്ലല്ലോ. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന 12 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത്. ടിപ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുന്നു എന്നത് നിങ്ങൾ ലേസി ആയതുകൊണ്ടൊന്നും അല്ല. ഇവിടെ നമ്മുടെ ബ്രെയിൻ ഒരു മോസ്റ്റ് പവർഫുൾ ടെക്നോളജി കൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോണിലെ ആപ്സ് ലൈക്ക് ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, യൂട്യൂബ്, സ്നാപ്ചാറ്റ് അങ്ങനെ നിങ്ങളുടെ ടൈം പോണത് പോലും അറിയാതിരിക്കാനായിട്ട് നിർമ്മിച്ചവയാണ് അവയൊക്കെ. ഓരോ പുതിയ ലൈക്കും പുതിയ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ബ്രെയിനിന് ഒരു ഫീൽ ഗുഡ് കെമിക്കൽ ആയിട്ടുള്ള ഡോപ്പമിൻ പ്രൊവൈഡ് ചെയ്യും ആൻഡ് യുവർ ബ്രെയിൻ ലവ്സ് ഇറ്റ്. പക്ഷെ ഈ പഠിക്കുമ്പം ഈ ഒരു ഡോപ്പമിൻ ഹിറ്റ് വളരെ പതുക്കെ നടക്കുന്നുള്ളൂ. അതാണ് പ്രശ്നം. അപ്പൊ പഠനം മടുക്കും, വെറുക്കും. അപ്പൊ നമുക്ക് ഈ ടിപ്സിലേക്ക് കിടക്കാം. ആൻഡ് ലാസ്റ്റ് ടിപ്പ് നിങ്ങൾക്ക് മോസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കാം. നമ്പർ 1, ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് റൂൾ. ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം നിങ്ങളുടെ ഫോൺ അവിടെ ഉണ്ടാവാൻ പാടില്ല. വേറെ ഒരു റൂമിൽ കൊണ്ടുവയ്ക്കാം. പെട്ടെന്ന് പോയിട്ട് എടുക്കാൻ പറ്റാത്ത പോലെ നിങ്ങൾ വെക്കണം. അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് മടുത്താലും ഫോൺ എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി നിങ്ങൾ ഫോൺ അടുത്ത് തന്നെ അപ്സൈഡ് ഡൗൺ ആക്കി വെച്ചാലും ഇറ്റ് വിൽ റിഡ്യൂസ് യുവർ കോഗ്നിറ്റീവ് കപ്പാസിറ്റി. സോ അതിനെന്തിനാ വഴിയൊരുക്കുന്നത്? അപ്പൊ പഠിക്കുമ്പോൾ ഫോണ് വേറൊരു റൂമിൽ എന്തായാലും പോയിട്ട് കൊണ്ടുവയ്ക്കാം. നമ്പർ 2, യൂസ് എ ഡെഡിക്കേറ്റഡ് സ്റ്റഡി സ്പേസ്. പഠിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടാവണം. നോട്ട് ദ പോയിന്റ്, പഠിക്കാൻ വേണ്ടി മാത്രം. അതെവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് ഫോൺ നോക്കരുത്, ഫുഡ് കഴിക്കരുത്, ഈവൻ ചുമ്മാ പോലും ഇരിക്കരുത്. നമ്പർ 3, ക്രിയേറ്റ് എ പ്രീ സ്റ്റഡി റിച്വൽ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോൺ നോക്കുക, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, 5 മിനിറ്റ് സ്ക്രോൾ ചെയ്തോളൂ. ഓൺലി 5 മിനിറ്റ്. ദെൻ നെറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഫോൺ മാറ്റി വെക്കുക ആൻഡ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പഠിക്കാൻ തുടങ്ങാം. ഈ ഒരു റിച്വൽ നിങ്ങളുടെ ബ്രെയിനിനോട് ഫോൺ ടൈം കഴിഞ്ഞു, ഇത് ഇനി പഠിക്കേണ്ട സമയമാണ് എന്നൊരു സൂചന കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്പർ 4, പൊമോഡോറോ മെത്തേഡ്. നിങ്ങൾ ഈ ടെക്നിക്കിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ എത്രയോ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്നു. പൊമോഡോറോ മെത്തേഡ് മീൻസ് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ ഒരു 20 to 30 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. ശരിക്കും ഈ ഒരു 5 മിനിറ്റിൽ ഫോൺ നോക്കാൻ പറ്റില്ല. ഈ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ടൈമിൽ നിങ്ങൾ ഫോൺ നോക്കരുത്. പക്ഷേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കുക. 5 മിനിറ്റ് കഴിഞ്ഞത് ഫോൺ മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പഠനത്തെ പറ്റി നിങ്ങൾ മറന്നേ പോകും. നമ്പർ 5, സെറ്റ് എ വിസിബിൾ ടൈമർ. ഫോൺ അല്ലാതെ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ടൈമർ നിങ്ങൾ യൂസ് ചെയ്യാം. ഫോൺ ടൈമർ വെക്കേണ്ട എന്ന് പറയുന്നതിന് കാരണം നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവും എന്നതാണ്. ആ ഒരു ടൈമറിൽ പഠിക്കാനുള്ള സമയത്ത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഫിസിക്കൽ ടൈമർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ ഫോറസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെയും ടൈമർ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. നമ്പർ 6, റൈറ്റ് ഡൗൺ വാട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി ബിഫോർ യു സ്റ്റാർട്ട്. സീരിയസ്ലി ഇതൊരു അണ്ടർ റേറ്റഡ് ടിപ്പാണെന്ന് പറയാം. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 മിനിറ്റ് മുമ്പ് നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നു എന്ന് എഴുതുക. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ക്ലിയർ ടാസ്ക് ഉണ്ടാവുമ്പം നിങ്ങളുടെ ബ്രെയിൻ അത് കംപ്ലീറ്റ് ചെയ്യാനേ ശ്രദ്ധിക്കുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഗോളേ ഇല്ല, എന്തൊക്കെയോ പഠിക്കുന്നെങ്കിൽ തീർച്ചയായും കുറച്ചു നേരം കഴിഞ്ഞാൽ നിങ്ങൾ ഫോണും സ്ക്രോൾ ചെയ്തിരിക്കുന്നുണ്ടാവും. നമ്പർ 7, ടേൺ ഓൺ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്. ഫോൺ വെറുതെ സൈലന്റ് മോഡിൽ ഇടരുത്. ഒന്നില്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോക്കസ് മോഡ് ഉണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നോ നോട്ടിഫിക്കേഷൻ, നോ സൗണ്ട്, നോ വൈബ്രേഷൻസ്. ആൻഡ് നിങ്ങൾക്ക് നോർമലി മെസ്സേജ് അയക്കുന്നവരോട് പറയാം ഫ്രം 6 PM to 10 PM ഞാൻ പഠിക്കായിരിക്കും, സോ ഞാൻ റിപ്ലൈ തരില്ല എന്ന്. അപ്പം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എക്സ്പെക്ടേഷനും കുറയ്ക്കാം. നമ്പർ 8, ഡിലീറ്റ് ഓർ മൂവ് ആപ്സ് ദാറ്റ് ടെംപ്റ്റ് യു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡിലീറ്റ് ചെയ്യാനൊന്നും തോന്നില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാണ്, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആപ്സ് ഒക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്സ് ഒക്കെ ആഡ് ചെയ്ത് വെക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വർക്കിംഗ് ആണോ എന്ന് പറയണേ. നമ്പർ 9, ടേൺ ഓഫ് ഓൾ നോൺ എസെൻഷ്യൽ നോട്ടിഫിക്കേഷൻ. ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സോഷ്യൽ മീഡിയ ആപ്സിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങൾ കെയർ ചെയ്യാത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻ ഒക്കെ മ്യൂട്ട് ചെയ്ത് വെക്കും. ഇങ്ങനെ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതൊക്കെയും ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഫോൺ അഡിക്ഷൻ കുറയ്ക്കാൻ കഴിയും. നമ്പർ 10, മേക്ക് പീസ് വിത്ത് ബോർഡം. ഗൈസ്, കൂടുതലും നമുക്ക് ബോർ അടിക്കുന്ന സമയം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഫോൺ എടുത്തിരിക്കും, റൈറ്റ്? ബിക്കോസ് വി ആർ അൺകംഫർട്ടബിൾ വിത്ത് ബോർഡം. സോ വെറുതെ ഇരിക്കുക കുറച്ചു നേരം. 1 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഫോൺ എടുക്കാതെ വേറെ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കാം. ഇങ്ങനെ മെല്ലെ നിങ്ങൾ ടൈം കൂട്ടാം. ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കരുത് കേട്ടോ. ഇതും ഒരു സ്കില്ലാണ്, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്പർ 11, ആസ്ക് യുവർ സെൽഫ് 1 ക്വസ്റ്റ്യൻ ബിഫോർ യു പിക്ക് അപ്പ് യുവർ ഫോൺ. ഒരു സ്റ്റഡി സെഷൻ ഇടയ്ക്ക് നിങ്ങൾക്ക് ഫോൺ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ സ്വയം ചോദിക്കുക, ഇതിപ്പോ അത്യാവശ്യമാണോ എന്ന്. ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ നോക്കാം, പക്ഷെ വെറുതെ ഫോൺ നോക്കാനാണെങ്കിൽ നിങ്ങൾ ഫോൺ എടുക്കരുത്. വെറുതെ പഠിക്കേണ്ട ടൈം കളയരുത്. ഈ ഒരു 1 സെക്കൻഡ് ഓഫ് സെൽഫ് അവയർനെസ്സിന് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്പർ 12, കണക്ട് യുവർ സ്റ്റഡീസ് ടു യുവർ റിയൽ വൈ.
നിങ്ങൾ ഈ ലാസ്റ്റ് ടിപ്പ് വരെ വീഡിയോ വാച്ച് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. ഇഫ് യെസ്, നിങ്ങൾക്ക് എന്തായാലും ഫോൺ അഡിക്ഷൻ കുറച്ച് പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും ട്ടോ. ഇപ്പോ നിങ്ങൾ ഏതൊക്കെ ടെക്നിക്ക് പരീക്ഷിച്ചാലും അതൊക്കെ വർക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രോങ് റീസൺ ഉണ്ടായിരിക്കണം പഠിക്കാനായിട്ട്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെയ്യണേ, ഒരു പേപ്പർ എടുത്ത് എഴുതുക. ഞാനിപ്പോ നന്നായിട്ട് പഠിച്ച് എക്സാമിൽ നല്ല മാർക്ക് എടുത്താ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കണേ. ചിലപ്പോൾ അതൊരു പെർട്ടിക്കുലർ കോഴ്സ് എടുക്കുന്നതാവാം, മേ ബി അത് നിങ്ങളുടെ പാരന്റ്സിനെ പ്രൗഡ് ആക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതാവാം. ഈ എഴുതിയത് ഡെയിലി നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ സ്റ്റഡി ഏരിയയിൽ ഇത് ഒട്ടിച്ചു വെച്ചോളൂ. ഞാൻ എന്തുകൊണ്ട് പഠിക്കണം എന്നത് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഈ ഒരു റീസൺ സ്ട്രോങ് ആണെങ്കിൽ ഈ ഒരു ഫോണിനൊന്നും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ബിക്കോസ് യു ആർ ചൂസിങ് യുവർ ഫ്യൂച്ചർ. അപ്പൊ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ 12 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഫോൺ അഡിക്ഷൻ ഒക്കെ പെട്ടെന്ന് തന്നെ മാറ്റാം. സോ ഗൈസ്, വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.